നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കേശൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിലൊരു പൊരിച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ നാരങ്ങാ നീര്, 1 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി 1-2 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും, ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്കാണ് സവാള ഇട്ട് കൊടുക്കുന്നത്. 4 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് കൈമ റൈസ് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അരി ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി തേങ്ങയും കുറച്ച് കാഷ്യൂനട്ടും അല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ബിരിയാണിയിൽ ചേർക്കുമ്പോൾ ബിരിയാണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് 1 പിടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ കൂടുതലായതുകൊണ്ട് കുറച്ച് മാറ്റിയതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4-5 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി കാഷ്യൂനട്ടും തേങ്ങയും കൂടെ അരച്ച മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ റൈസും ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ദം ചെയ്യുന്നത്. ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ മുകളിൽ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ റൈസ് വെച്ച് കൊടുക്കുക. മല്ലിയില, പുതിനയില ചോപ്പ് ചെയ്തത്, ഒണിയൻ ഫ്രൈ ചെയ്തത്, ഇത് പാലും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ദം ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുക്കർ വെച്ച് അടച്ചു കൊടുക്കാം. ഈ ഹോളങ്ങ് മൂടി കൊടുക്കണം കേട്ടോ. അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ദം ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.